അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ വ്യക്തമായ തെളിവുണ്ടെന്ന് ഇഡി. ഡൽഹി ഹൈക്കോടതിയിൽ സമൻസുകൾ ചോദ്യം ചെയ്ത് കെജ്രിവാൾ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ഇഡിയുടെ പരാമർശം. അറസ്റ്റ് തടയണമെന്ന് കെജ്രിവാൾ ആവശ്യപ്പെട്ടു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, അറസ്റ്റ് തടയണം എന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ആവശ്യം. പക്ഷേ കെജ്രിവാളിനെതിരെ വ്യക്തമായ തെളിവുണ്ട് എന്ന് ഇഡിയും കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. രോഹിണി, മദ്യനയ അഴിമതിയിലും ജൽ ബോർഡ് അഴിമതി കേസുകളിലും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ വ്യക്തമായ തെളിവുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഡൽഹി ഹൈക്കോടതിയിലും ഒപ്പം റോസ് അവന്യൂ കോടതിയിലും നിരന്തരമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമീപിച്ചിരുന്നു. അതായത് തുടർച്ചയായി അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് നൽകിയിട്ടും ആ സമൻസുകളോട് പ്രതികരിക്കാതെ, അല്ലെങ്കിൽ ആ സമൻസ് പ്രകാരം അന്വേഷണ ഏജൻസികൾക്ക് മുൻപിൽ ഹാജരാകാതെ നിരന്തരം കോടതിയെ സമീപിക്കുകയും കോടതിയുടെ സംരക്ഷണം ആവശ്യമാണ്, ഈ സമൻസുകൾ റദ്ദാക്കണം എന്നുള്ളൊരു ആവശ്യമാണ് അരവിന്ദ് കെജ്രിവാൾ ഉന്നയിക്കുന്നത്. എന്നാൽ മുൻകൂർ ജാമ്യം അരവിന്ദ് കെജ്രിവാളിന് നൽകിയിട്ടുണ്ട്. പക്ഷേ അന്വേഷണ ഏജൻസികളുടെ സമൻസ് റദ്ദാക്കാനാകില്ല എന്നുള്ളത് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ കേസ് പരിഗണിക്കവേ കോടതി അന്വേഷണ ഏജൻസിയോട് ചോദിച്ചത് ഈ കേസുകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽ തെളിവുകൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തുനിന്നുണ്ടോ എന്നുള്ളതാണ്. അതിന് മറുപടിയായിട്ടാണ് വളരെ കൃത്യമായി ഈ ജൽ ബോർഡ് അഴിമതിയിലും മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് കേസിൽ വളരെ കൃത്യമായ തെളിവുകൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉണ്ട് എന്നുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു വിഷയത്തിൽ ഇനി എന്ത് തുടർ നടപടി സ്വീകരിക്കും എന്നുള്ളത് ഏറെ നിർണായകമാകും. പ്രത്യേകിച്ച് മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിലെ രണ്ടാമനായിരുന്ന മനീഷ് സിസോദിയ, BRS നേതാവ് കവിത, വ്യവസായി വിജയ് നായർ എന്നിവർ ഇതിനോടകം അറസ്റ്റിലായിട്ടുണ്ട്. മനീഷ് സിസോദിയ കഴിഞ്ഞ മാസങ്ങളായി ഈ കേസിൽ ജയിലിലാണുള്ളത്. അതായത് വളരെ കൃത്യമായി ഈ ആം ആദ്മി നേതാക്കൾ വ്യവസായികളിൽ നിന്ന്, അതായത് മദ്യവിതരണം പൂർണ്ണമായും സ്വകാര്യ കമ്പനികൾക്ക് വിട്ടു നൽകിയതിലൂടെ 100 കോടി രൂപ സമ്പാദിച്ചു എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയത്. അതിനപ്പുറത്തേക്ക് ജൽ ബോർഡിൽ കരാറുകൾ നൽകിയതിലൂടെ ആം ആദ്മി തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പണം സമാഹരിച്ചു എന്നുള്ളൊരു കേസ് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നുണ്ട്. ഈ കേസുകളിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. എന്നാൽ നോട്ടീസുകളോട് പ്രതികരിക്കുകയോ അന്വേഷണ ഏജൻസികൾക്ക് മുൻപിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനോ തയ്യാറാകാതെ നിരന്തരം കോടതിയെ സമീപിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ ചെയ്തിട്ടുള്ളത്. ആ സാഹചര്യത്തിലാണ് കെജ്രിവാളിനെതിരെ വളരെ വ്യക്തമായ തെളിവുകൾ കള്ളപ്പണ ഇടപാട് കേസിലുണ്ട് എന്നുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. രോഹിണി, ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.